തിരുവനന്തപുരം പോത്തൻകോടാണ് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചത്. വിവരങ്ങളുമായി നമുക്കൊപ്പം വിഷ്ണു പി ഉണ്ട്. വിഷ്ണു പി, എങ്ങനെയാണ് ഇത്രയും കനത്ത മഴയിൽ തകരാൻ നിന്ന ഒരു വീടായിരുന്നു? അതായത് അത്രയും കാലപ്പഴക്കവും അതുപോലെ തന്നെ നന്നാക്കാതിരുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന വീടാണോ? എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, പുതിയ വീടിൻ്റെ പണി നടക്കുന്ന ആ സാഹചര്യത്തിൽ പഴയ വീടിൻ്റെ ഒരു ചുമരായിരുന്നു ആ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ഈ മഴയിൽ കുതിർന്ന ഒരവസ്ഥയിൽ ഈ സമീപത്തായിരുന്നു വീട്ടമ്മ ശ്രീകല നിന്നിരുന്നത്. 61 വയസ്സുള്ള ഈ ശ്രീകല ആ സൈഡിൽ നിന്നപ്പോൾ ഈ സമയത്തായിരുന്നു ഈ ചുമരിടിഞ്ഞു വീണത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മരണകാരണമായത്. വളരെ സങ്കടകരമായ വാർത്തയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് ഇന്നുകൂടി അതിതീവ്ര മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. വീട്ടുകാരോടൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം, മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലാണ് ഈ പോത്തൻകോട് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം അരങ്ങേറുന്നത്. ഇതിന് നാട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളും ഒക്കെ ഇടപെട്ടായിരുന്നു മൃതദേഹം എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. എന്നാലും സ്ത്രീകളെ രക്ഷിക്കാനായില്ല സുജയ. അതുപോലെ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നുകൂടി അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രദേശവാസികളും അതുപോലെ നാട്ടുകാരും ഒക്കെ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ ഇത്തരം അപകട അവസ്ഥയിലുള്ള ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് സുജയ. ഓക്കെ.